worship is not acceptable by God. ആരാധന ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. Look at the second thing that we would like to consider. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചിന്തിക്കാം. Not only the nature of worship, ആരാധിക്കുന്നതിന്റെ രീതി മാത്രമല്ല, but also necessity of spiritual worship. ആരാധിക്കുന്നതിന്റെ ആവശ്യകത. Look at that verse 24. 24 വാക്യത്തിൽ വരുമ്പോൾ God is a spirit, അവിടെ ദൈവം and ആത്മാവാണ്. they that worship him must worship him in spirit and in truth. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. I want to emphasize on that word must. അവിടെ നമസ്കരിക്കണം എന്നതായിരിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. The word must there says the necessity of such spiritual worship. അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ ആരാധിക്കുക എന്നതാണ്. It is the must of the Lord Jesus Christ. അത് ദൈവം ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ചെയ്യേണ്ട And കാര്യമാണ്. nobody can change that. ആ കാര്യത്തിൽ ഒരു മാറ്റം ആർക്കും ചെയ്യാൻ Nobody has കഴിയില്ല. right to do anything, any alternative arrangements for that. മറ്റുള്ള യാതൊരു ക്രമീകരണങ്ങളും മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല. They must worship in spirit and in truth. ആത്മാവിലും സത്യത്തിലും അവരെ ആരാധിക്കണം. What do you mean by that must? എന്താണ് അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം എന്ന് It's very പറയുന്നത്? interesting when you study the word must there itself. ഇവിടെ തന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനമാണ്. 3 times the word must appears there. അവിടെ 3 പ്രാവശ്യം ഈ കാര്യം പറയുന്നുണ്ട്. You look at John 3 and verse 7. യോഹന്നാന്റെ 3:17 വാക്യം വരുമ്പോൾ, Marvel not that I said unto thee, ye must be born again. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. If you come to verse 14, 14 വാക്യത്തിൽ വരുമ്പോൾ we read, and as Moses lifted up this serpent in the wilderness, even so must the Son of Man be lifted up. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. And thirdly here, God is spirit, and they that worship him must worship him in spirit and in truth. ദൈവം ആത്മാവാകുന്നവൻ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. 3 times the word must comes. 3 പ്രാവശ്യം അങ്ങനെ ചെയ്തേ വെക്കുമെന്ന് പറയുന്നു. What does it show to us? എന്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്? And even the order of that word must is very important. അതിന്റെ ഓർഡർ, ആ വാക്കിന്റെ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. Just consider these 3 words must appearing in 3 places, and you will find in each verse the triune God is brought before our eyes. ഈ 3 സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ത്രിയേക ദൈവത്തെയാണ് അവിടെ വെളിപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുന്നത്. If you read the first must, it is the work of the Holy Spirit. ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന ആ കാര്യം എന്നുള്ളത് പരിശുദ്ധാത്മാവ് ദൈവത്തെ കാണിക്കുന്നു. The second must is referring to the Son of God, the Lord Jesus Christ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന മസ്റ്റ് എന്നുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. And third must is referring here to God the Father. ഇവിടെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം പിതാവായ ദൈവത്തെക്കുറിച്ച് കാണിക്കുന്നു. It is the must in our spiritual worship, if it has to be acceptable to God, should be based on the death and resurrection of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും അതിന്റെ പുനരുത്ഥാനത്തെയും നാം മനസ്സിലാക്കി ആ നിലയിലായിരിക്കണം അവനെ ആരാധിക്കേണ്ടത്. So the necessity of worship is in the word of must. ആ പ്രത്യേകമായ മസ്റ്റ് എന്ന വാക്ക് അല്ലെങ്കിൽ ചെയ്തേ മതിയാകും എന്നുള്ള വാക്ക് അത് ആവശ്യമായിരിക്കും. You cannot make any changes to that. It will never be acceptable to God. ആ കാര്യത്തിൽ ഒരു വ്യതിയാനം വരുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അത് ദൈവമുമ്പാകെ അംഗീകാര്യവുമല്ല. If you look into that verse little more, അതല്പം കൂടെ കടന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ verse 23 says, 23 വാക്യത്തിൽ, for the Father seeketh such to worship him. അങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് കാണാൻ കഴിയും. That word seeketh has another meaning also. അവിടെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് മറ്റൊരു അർത്ഥം അതിനുണ്ട്. That means only through such spiritual worship, and when the must is fulfilled in their life, it is the pleasure of God. അങ്ങനെയുള്ള സത്യനമസ്കാരികൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവരെ ആരാധിക്കുന്നത് അവന് സന്തോഷ വിഷയമാണ്. God is pleased with such individuals. അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് ദൈവം സന്തോഷവാനാണ്. Not only that, അത് മാത്രമല്ല, that it is for the pleasure of God, അത് ദൈവത്തിന് അത് സന്തോഷമുള്ളതായിരിക്കും but മാത്രമല്ല, it is also for the person of God. അത് ദൈവത്തിന്റെ വ്യക്തിപരമായ നിലയിൽ അത് ആവശ്യമാണ്. Look at verse 24. 24 വാക്യം, God is a spirit. അവിടെ ദൈവം ആത്മാവാണ്. The person of God is brought before us. ഇവിടെ ദൈവത്തിന്റെ ആത്മത്തെ അവിടെ കൊണ്ടുവരികയാണ്. So a worship of a spiritual man is acceptable to God only if these conditions are fulfilled in their life. ഒരു ഈ നിലയിലാക്കുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമാണ് അത് ദൈവം അംഗീകരിക്കാൻ And that's what the Lord Jesus Christ was talking to this woman. ആ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ശമരിയാസ്ത്രീയോട് Keep സംസാരിക്കുന്നത്. these things in your mind. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ And now consider with me. എന്നോട് ഒരുമിച്ച് ഇങ്ങനെ ചിന്തിക്കുക. When the Lord Jesus Christ said to her, കർത്താവായ യേശുക്രിസ്തുവോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, God is spirit, and they that worship him must worship him in spirit and in truth. സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ, That means there are some people who worship but not in spirit and not in truth. ചിലരൊക്കെയും സത്യത്തിലും ആത്മാവിലും അല്ലാതെ ആരാധിക്കുന്നവരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. That means there are worships going on among so-called God's people which is not acceptable to
Him. ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവരായിരിക്കുന്ന അനേകരുടെ ആ നിലയിലായിരിക്കുന്ന ആ ആരാധന ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് അതിന്റെ അർത്ഥം. That means there are different other types of worship and worshippers around us. അത് മുഖാന്തരമായിട്ട് വ്യത്യസ്തമായ നിലയിലായിരിക്കുന്ന ആരാധകർ നമുക്ക് ചുറ്റുപാട് ഉണ്ടെന്ന് കാണാൻ കഴിയും. And again, it is not being talked about people outside but people inside. അത് പുറമെ ഉള്ളവരല്ല, ഇതിനകത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. And may I give you a word of warning there? ഈ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേക മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ നൽകി തരട്ടെ. Because he is looking for true worshippers. ഇവിടെ അവൻ സത്യത്തിലുള്ളായിരിക്കുന്ന ആ സത്യ നമസ്കാരികളെ അവൻ അന്വേഷിക്കുമ്പോൾ, That means among so-called God's people there are false worshippers ദൈവ മക്കളുടെ ഇടയിൽ തന്നെ തെറ്റായി ആരാധിക്കുന്നവരുണ്ട്. who do not fulfill the nature of worship, ആ യഥാർത്ഥമായിരിക്കുന്ന ആ ആരാധനയെ കുറിച്ച് അവർക്ക് അറിവില്ലാതെ, and they do not fulfill the necessity of worship. ആ ആരാധനയുടെ ആവശ്യകത അവർ നിറവേറ്റാതെ, And anybody sitting in this congregation, ഈ ഇരിക്കുന്ന സഭയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ consider this danger. ഈ പ്രത്യേകമായിരിക്കുന്ന അപകടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. You and I are liable to fall into such categories. അങ്ങനെയുണ്ടായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വീഴുവാൻ എനിക്കും നിങ്ങൾക്കും ധാരാളം സാധ്യതയുണ്ട്. I was shocked to read in the Bible. ദൈവവചനം വായിച്ചപ്പോൾ വളരെയധികം ഭയത്തോടെ കാണാൻ കഴിയും. You know what is that? എന്താണ് അതിന്റെ അർത്ഥം? That means among so-called God's people there are different types of worship and worshippers. എന്ന് പറഞ്ഞാൽ ദൈവമക്കളായിട്ട് കൂടി വരുന്ന ദൈവസഭയിൽ തന്നെ വ്യത്യസ്തമായ നിലയിൽ ആരാധിക്കുന്നവരുണ്ടെന്നാണ് അർത്ഥം. And I repeat once again, you and I are liable to fall into these categories which we are going to see now. ഒരു പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ആരാധിക്കുന്നവർ ഞാനും നിങ്ങളും ഇതിൽ പെടുവാൻ സാധ്യതയുണ്ട്. If we don't consider the nature of worship and the necessity of worship, ആരാധനയുടെ ആ നേച്ചറിനെ കുറിച്ചും അതിന്റെ ആവശ്യകതയെ കുറിച്ചും നാം ശരിയായി പഠിക്കുന്നില്ല. what are those different types of worship? എന്താണ് വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആരാധന എന്നുള്ളത്? What are those different types of worshippers? വ്യത്യസ്തങ്ങളായിരിക്കുന്ന നിലയിലുള്ള ആരാധിക്കുന്നവർ എന്താണ്? Look at the first one here itself. ഒന്നാമത്തെ തന്നെ നാം കണ്ടല്ലോ, In the same passage, ഇതേ ആ പാസേജിൽ തന്നെ look at verse 22. 22ാം വാക്യത്തിൽ The Lord is talking to that woman. ആ സ്ത്രീയോട് ദൈവം കർത്താവ് സംസാരിക്കുകയാണ്. And what is he telling to her? എന്താണ് അവിടെ പറയുന്നത്? You worship, you know not what. We know what we worship, for salvation is of the Jews. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു, രക്ഷ യഹൂദന്മാരുടെ നിന്നല്ലോ വരുന്നത്. Notice very carefully, beloved. വളരെയധികം ശ്രദ്ധയോടെ അവിടെ നോക്കുക. Because the woman who was replying to the Lord Jesus, ഈ സ്ത്രീ കർത്താവിനോട് മറുപടി പറയുമ്പോൾ, and she was telling, yeah, our fathers worshipped in this mountain. അതെ, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ പർവ്വതത്തിൽ തന്നെയാണ്, ഈ മലയിലാണ് ആരാധിച്ചത്. Just for the lack of time, I am not going into that discussion. അതിലെ സമയക്രമം അങ്ങോട്ട് പോകാൻ സമയമില്ല. She is talking about her worship. അവളുടെ ആരാധനയെക്കുറിച്ചും, She is talking about the worship standing there and pointing towards that mountain. അവിടെ നിന്നുകൊണ്ട് തന്നെ ആ മലയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അതിനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്. Our fathers worshipped in this mountain, verse 20. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയെ നമസ്കരിച്ചു വന്നു. And he said that in Jerusalem is the place that wherein men ought to worship. നമസ്കരിക്കുന്ന സ്ഥലം യെരൂശലേമാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. That was the discussion going on. അതാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. And the Lord replying to her said, you do not know to whom you worship. അതുകൊണ്ട് കർത്താവോട് പറഞ്ഞു, നീ ആരെ നമസ്കരിക്കുന്നെന്ന് അറിയുന്നില്ല. So that means there is first category of worshippers who we can call them as ignorant worshippers. ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആരാധകർ എന്ന് പറയുന്നത് അവർക്ക് അവർ അജ്ഞരാണ്, എങ്ങനെ ആരാധിക്കണം എന്ന് അറിഞ്ഞുകൂടാ. Ignorant worshippers. ഒന്നും അറിയാതെ ആരാധിക്കുന്നു. You do not know to whom you worship. ആരെ ആരാധിക്കണമെന്നൊന്നും അറിയുന്നില്ല. The Lord was talking to that woman. ഈ സ്ത്രീയോടാണ് കർത്താവ് പറയുന്നത്. I am talking loudly. അല്പം ഉച്ചത്തിലാണ് ഈ കാര്യം പറയുന്നത്. But the Lord was talking so peacefully and politely to her. കർത്താവ് യേശുക്രിസ്തു അവളോട് വളരെയധികം സമാധാനത്തോടെയും ശാന്തമായിട്ടുമാണ് ഈ കാര്യം പറഞ്ഞത്. You have been worshiping, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, but you don't know to whom. പക്ഷേ ആരെയും അറിയുന്നില്ല. Beloved, why it is important, you know? പ്രിയമുള്ളവരെ, അതിന്റെ ആവശ്യകത എന്താണെന്ന് അറിയാമോ? To get the right word, come to Acts of the Apostles. അതിന്റെ ശരിയായ അർത്ഥം അറിയണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികളിലേക്ക് നമ്മൾ Chapter 17. 17-ാം അധ്യായം. Look at verse 22. അതിന്റെ 22-ാമത്തെ വാക്യം. Acts chapter 17 and verse 22. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം 22-ാം വാക്യം. Then Paul stood in the midst of Mars Hill and said, Ye men of Athens, I perceive that in all things ye were too superstitious. പൗലോസ് അരപയോഗ മധ്യത്തിൽ നിന്ന് കൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. Look at verse 23. 23-ാം വാക്യം. For as I passed by and beheld your devotions, I found an altar with this inscription, to the unknown God, whom therefore ye ignorantly worship, him declare I unto you. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. So exactly the same word we get it there. അവിടെ ആ വാക്ക് തന്നെ അവിടെ കാണാൻ കഴിയും. Ignorant worshippers. അജ്ഞാത ദേവൻ, ആരാധകർ.
They were worshipping an ignorant God. അജ്ഞാത ദേവനെയാണ് ഇവർ ആരാധിക്കുന്നത്. They had an altar for him. അതിനുവേണ്ടി ഒരു യാഗസ്ഥലം തന്നെയുണ്ട്. And that's what Paul is referring to them. അതാണ് അവരെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. When I talk about that, അതേക്കുറിച്ച് പറയുമ്പോൾ when can your worship and my worship become an ignorant worship? എപ്പോഴാണ് എന്റെയും നിങ്ങളുടെയും ഈ ആരാധന അജ്ഞമായ നിലയിലായിത്തീരുന്നത്? When you and I don't consider the person of Godhead. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ദൈവത്തിന്റെ ആ തലയെ നാം അത് നമ്മൾ ചിന്തിക്കാതെ When we don't consider who he is and how he is. അവൻ ആരെന്നും അവൻ എങ്ങനെയുള്ളതെന്ന് നാം ചിന്തിക്കാതെ കിടന്നിരുമ്പോഴാണ് വരുന്നത്. How men of the world have changed the true God. ഈ ലോകത്തിലെ മനുഷ്യൻ സത്യമായ ദൈവത്തെ എങ്ങനെയാണ് മാറ്റിക്കളഞ്ഞതെന്ന് And they have exchanged the truth of God into the lies of men. മനുഷ്യന്റെ നുണമുഖാന്തരമായിട്ട് ദൈവത്തിന്റെ സത്യം മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. Ignorant of God. അവർ അജ്ഞരായി തീർന്നിരിക്കുകയാണ്. He is holy God. അവൻ വിശുദ്ധനായ ദൈവമാണ്. He is righteous God. അവൻ നീതിമാനായ ദൈവമാണ്. He is true God. അവൻ സത്യമായ ദൈവമാണ്. He is omnipotent God. അവൻ സർവജ്ഞാനിയാണ്. He is omnipresent God. അവൻ സർവ്വവ്യാപിയാണ്. When you consider God, നാം ദൈവത്തെ കൺസിഡർ ചെയ്യുമ്പോൾ you can never approach to him in this way, the way you approach now. നാം ഇന്ന് അവനോട് അടുത്ത് വരുന്ന പോലെ ഒരിക്കലും സമീപിക്കാൻ കഴിയില്ല. How sad it is, even among so-called believers, the attitude towards God is not knowing. He is always not having known his person. അവന്റെ ആ വ്യക്തിത്വം മനസ്സിലാക്കാത്ത നിലയിൽ എത്രയോ കഷ്ടകരമായ നിലയിലാണ് ഇന്നത്തെ വിശ്വാസികൾ അവന്റെ അടുക്കലോട്ട് അടുത്ത് വരുന്നത്. Many have already exchanged the things of God for their conveniences. പലരും തങ്ങളുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളെയും മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. Some have the photos and temples attached to them. ചിലരൊക്കെയും തങ്ങളുടെ ആ ഫോട്ടോസ് അവരുടെ പള്ളികളുടെ ഒരു പടങ്ങളൊക്കെയും വെച്ചിരിക്കുകയാണ്. They are ignorant worshippers. അവരെ അജ്ഞാതമായ വർഷിപ്പാണ്. If only you have known the God in this way. ഈ നിലയിൽ മാത്രം ദൈവത്തെ നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ. You know what, when I was reading this verse, ഈ വാക്യം വായിച്ചപ്പോൾ what really touched me is this. എന്നെ സ്പർശിച്ച വിഷയം ഇതാണ്. Now he is talking to the men and women of Athens. അഥേനയിലുണ്ടായിരുന്ന അവരെ കുറിച്ചാണ് പറയുന്നത്. He says, when I was passing through your place, നിങ്ങളുടെ ഈ മധ്യത്തിൽ കൂടെ ഞാൻ കടന്നു I saw an altar അവിടെ ഞാൻ ഒരു യാഗപീഠം കണ്ടു. to the unknown God. അവിടെ ഇരിക്കുന്ന അജ്ഞാതദേവൻ. And then Paul says there, അവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു, you are worshipping ignorantly to an unknown God. നിങ്ങൾ അജ്ഞാതമായ ദേവനെ നിങ്ങൾ അറിയാതെ ആരാധിക്കുകയാണ്. I think to some extent I can accept that. ഒരു വലിയ മനസ്സിലാക്കാൻ കഴിയും. To worship an unknown God ignorantly, it is accepted. ഇവിടെ ഇവർക്ക് അന്യ ദൈവത്തെ അറിയാതെ ആരാധിക്കുന്നതും അംഗീകാരമാണ്. But my question is this. എന്റെ ചോദ്യം ഇതാണ്. You say you know God. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ അറിയാം. You know that he is holy God.